സംജിത് സാറെ നമ്മളെ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികള് ഇപ്പൊ ഒരുപാട് കുട്ടികൾ തന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഇനി അവർക്ക് നീറ്റ് എക്സാമിന് 19 ദിവസമാണ് ഇനി മുന്നിലുള്ളത്. അപ്പൊ വിഷുവും പെരുന്നാളും ഒക്കെ കഴിഞ്ഞ് ഇനി എങ്ങനെ പഠിക്കണം, ഇനി പഠിച്ചാൽ അവർക്ക് നീറ്റ് കിട്ടുമോ എന്നുള്ള ഒരുപാട് ആശങ്കകൾ കുട്ടികളെ മുന്നിലുണ്ട്. അപ്പോ ഇതിനെപ്പറ്റി ഇനിയുള്ള 19 ദിവസം എങ്ങനെ അവര് മുന്നോട്ട് പോകണം എന്നുള്ള സാറ് ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് അതിനെ പറ്റിയിട്ടുള്ളത്? സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. ഈ പെരുന്നാളും വിഷു ഒക്കെ ആയിട്ട് എല്ലാ കുട്ടികളും നോമ്പ് കഴിയട്ടെ, അല്ലെങ്കിൽ പെരുന്നാൾ കഴിയട്ടെ, വിഷു കഴിയട്ടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ പോയി. ഇനി നമുക്ക് മുന്നിലുള്ളത് ഏകദേശം സാറ് പറഞ്ഞ മാതിരി 19 കറക്റ്റായിട്ട് പറഞ്ഞാൽ 90 days ആണ് മുന്നിലുള്ളത്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് കിട്ടുമോ? സത്യമായിട്ട് നീറ്റ് കിട്ടൂല എന്ന് നമുക്ക് പറയാം. നീറ്റിന് നമുക്ക് വേണ്ട ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 620 മാർക്കാണ്. ഏകദേശം 200 ക്വസ്റ്റ്യനിൽ നമുക്ക് 150 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ അതിൽ എന്താ പറയാ ഒരു 155 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്താൽ നമുക്കൊരു 620 മാർക്കൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെങ്ങനെ സ്ട്രാറ്റജിക്കലി കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഒരു 16 ദിവസം കൊണ്ട് വലിയൊരു മാജിക് കാണിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ശുദ്ധ അസംബന്ധമാണ്. കുറച്ച് പഠിച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ, അതായത് പ്ലസ് 1 പ്ലസ് 2 ഒക്കെ കുറച്ച് കാര്യങ്ങൾ അറിയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഇനിയുള്ള ഈ 16 ദിവസം അല്ലെങ്കിൽ 19 ദിവസം കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു മാർജിനിൽ 620 പറഞ്ഞ മാർജിനിലൊക്കെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. അതിനുള്ള കുറച്ച് മാർഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 180 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ബയോളജിയിലാണല്ലോ സാറേ. 90 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ബയോളജി ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി നടക്കും. അതിപ്പോഴേ ആദ്യമേ നമുക്ക് പറഞ്ഞു കൊടുക്കാം. കാരണം ഫിസിക്സും കെമിസ്ട്രിയും കൂടി നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന മാർക്കുകൾ നമുക്ക് ബയോളജിയിൽ ഹാൻഡിൽ ചെയ്ത് കിട്ടാൻ പറ്റും. അത് സിമ്പിളും ആണ്. നമുക്കറിയാം NCERT ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. NCERTയിൽ ഓരോ ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമുക്ക് വായിച്ചു തീർക്കാനും ഇപ്പൊ ബയോളജി പറ്റില്ല. അപ്പൊ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യനുകളും മൊഡ്യൂളുകളൊക്കെ പല രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് PDF ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടവരുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അത്തരത്തിലുള്ള മൊഡ്യൂൾ, അതായത് ക്വസ്റ്റ്യൻസ് ലൈൻ ബൈ ലൈൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഏതെങ്കിലും തിയറി അറിയാത്തത്, അതിനെ എന്ത് ചെയ്യാം, ഒന്നുകൂടി വായിക്കാം. ഈ രീതിയിൽ വളരെ ചുരുക്കിയ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ 90 ക്വസ്റ്റ്യൻസ് ഒരു 88 ക്വസ്റ്റ്യൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 90 തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇനി പോയാലോ 2 ക്വസ്റ്റ്യൻ പോട്ടെ നോക്കുക, 88 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അത് അവിടെ കിടക്കട്ടെ, ബയോളജിന്റെ കേസ്. ഇനി കെമിസ്ട്രിയിലേക്ക് പോവാണ്, അല്ലെ കെമിസ്ട്രി ഓർ ഫിസിക്സ്, ഏതാണോ കുട്ടികൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഈ 2 സബ്ജക്റ്റുകൾ, ഫിസിക്സിലും കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ ആ ഒരു സബ്ജക്റ്റിനെ പിടിച്ചുകൊണ്ട്, ഇപ്പൊ കെമിസ്ട്രി ആണ് നമുക്ക് എക്സാമ്പിൾ എടുക്കുക. കെമിസ്ട്രി ആണെങ്കിൽ അതിൽ നമുക്കൊരു 40 മാർക്കിലേക്ക് എത്തണം. അതും സിമ്പിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ മതി. പിന്നെ കൂടാതെ ഈ വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർഗാനിക് കെമിസ്ട്രി. എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ആക്കി കരുതുക. അതിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. അപ്പൊ അതിന് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രയോറിറ്റി അനുസരിച്ച് ബാക്കിയുള്ള ചാപ്റ്റേഴ്സുകളൊക്കെ എടുത്തിട്ട് ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് കെമിസ്ട്രിയിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എത്രയായി, 88 പ്ലസ് 40 അതായത് 128 ക്വസ്റ്റ്യൻസ് ആയി. ഇനി നമുക്ക് വേണ്ടത് ഫിസിക്സിൽ നിന്നാണ്. അതായത് ഓർ കെമിസ്ട്രി, നിങ്ങൾക്ക് ഏതാണോ ടഫ് സബ്ജക്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ അവോയ്ഡ് ചെയ്യാന്ന് പറയുമ്പോഴും അതിൽ ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റേഴ്സിനെ മാത്രം നമ്മൾ കൺസെപ്ച്വലി പഠിക്കുക. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, അതായത് 1 സ്റ്റെപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കുക. തിയറി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് 45 ക്വസ്റ്റ്യനിൽ ഏകദേശം ഒരു 27 ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 27 ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമുക്കൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. 620, അതായത് 88 പ്ലസ് 27 പ്ലസ് 40 എന്ന് പറയുമ്പോൾ ഏകദേശം 155 അല്ലെ സാറേ. 155 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 620 കറക്റ്റ് ആണ്. അപ്പൊ ഈ 620 മാർക്ക് വാങ്ങാൻ ഇത്രയും പണി എടുക്കേണ്ടതുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഏകദേശം ഒരു 8 to 9 മണിക്കൂറെങ്കിലും ഇരുന്നുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നീറ്റിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. പക്ഷെ നല്ല കോൺഫിഡൻസ് വേണം, കമ്മിറ്റ്മെന്റ് വേണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഹവേഴ്സ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. നല്ല ക്വസ്റ്റ്യൻസ് ബൈ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൽ അറിയാത്തതിനെ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ, റിപ്പീറ്റേഴ്സിലുള്ള കുട്ടികളും മക്കളൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലസ് 2 സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ, ഈ ഒരു ടെക്നിക്കിൽ നിങ്ങൾ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നോക്കുക. ഇനി അത് എത്തിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മറ്റുള്ള കോഴ്സുകളിലേക്കൊക്കെ തിരഞ്ഞെടുക്കാവുന്നതുമാണ്.
ഓക്കെ. ഇനി മറ്റുള്ള റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ, റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങളിപ്പോ ഇതിൽ കിട്ടിയില്ല എന്ന് വെക്കുക, നിങ്ങൾ ഏതായാലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഈ പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉപകാരപ്പെടും. ഇപ്പൊ നമ്മളുടെ ക്യാമ്പസിലൊക്കെ, വലിയ ക്യാമ്പസിൽ നമ്മൾ 200 സ്റ്റുഡൻസിനെ ഇൻഡിവിജ്വലി ഫോക്കസ് ചെയ്തുകൊണ്ട് റിപ്പീറ്റർ പ്രോഗ്രാമിൽ ഒരു 1 year ഇതേപോലെ ഓരോ ചാപ്റ്ററും പഠിപ്പിച്ച് കൺസെപ്റ്റ് ആയിട്ട് പഠിപ്പിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് ഡെയിലി എക്സാംസുകൾ നടത്തി, അതിന്റെ ഒരു എക്സാം നടത്താൻ മാത്രമല്ല ഈ ടീച്ചേഴ്സ് അവിടെ അവർക്ക് ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ഇവർക്ക് തെറ്റുകൾ ഉണ്ടാകുന്നത് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ 1 year പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഒരു ഗേൾസ് ഓൺലി ക്യാമ്പസ് ആണ് നമ്മുടെ റിപ്പീറ്റേഴ്സ് ക്യാമ്പസ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ നീറ്റിനെ സംബന്ധിച്ചിടത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ സാറേ? കുറെ ഡൗട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിനെ നീറ്റിനെ സംബന്ധിച്ചിടത്ത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കുറെ ഡൗട്ടുകളായിട്ട് നടക്കുന്ന കുറെ മക്കളുണ്ട്, അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും എന്ത് ചെയ്യുക, ഇനിയുള്ള ഈ ഒരു സമയം കളയാതെ, ചില കുട്ടികളുണ്ടാവും ഇനിയിപ്പോ പഠിക്കാൻ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. അപ്പൊ അവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇനിയും കാര്യമുണ്ട്, നിങ്ങൾ മനക്കെട്ട് കഴിഞ്ഞാൽ ഇനിയപ്പോ നിങ്ങൾക്ക് എവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടുന്നൊക്കെ ഉള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യൻ കിട്ടാൻ ഒരു പണിയില്ല, ജസ്റ്റ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, നമ്മൾ നിങ്ങൾ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത് തരാം, PDF ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തരാം. അത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് എന്താ ചെയ്യാ കറക്റ്റ് ആയിട്ട് നേടാൻ പറ്റും അല്ലെ? അപ്പൊ നേടാൻ നമുക്ക് നീറ്റ് ടാർഗറ്റിലൂടെ